റീസെറ്റ് എന്ന ഡ്രാമയുടെ 9ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ യാത്രക്കാരെ രഹസ്യമായി വിവരമറിയിച്ച് ഇടയ്ക്കുള്ള സ്റ്റോപ്പിൽ അവരെ ഇറക്കി രക്ഷിക്കാമെന്നുള്ള ശ്രമവും പരാജയപ്പെട്ട് ലിഷിയും ഹെയ്നും അടുത്ത ലൂപ്പിലെത്തുന്നു. ടാവോയ്ക്ക് സംശയം തോന്നുന്ന വിധത്തിൽ എന്ത് നീക്കം നടത്തിയാലും അപകടമാണെന്ന് അവർക്ക് മനസ്സിലാക്കുന്നു. പോലീസാണെന്ന രീതിയിൽ യാത്രക്കാരിൽ ആരുടെയെങ്കിലും കൂടി സഹായം ചോദിച്ചാലെന്ന് ചിന്തിച്ച അവർ ലൂഡിയെയും ജിയാഗോയെയും സഹായത്തിന് കൂട്ടാൻ തീരുമാനിക്കുന്നു. സ്റ്റോപ്പിൽ വെച്ച് ബോംബ് പുറത്തിറക്കാൻ ശ്രമിക്കുന്നത് റിസ്ക് ആയതിനാൽ പാലത്തിൽ കയറിയ ശേഷം മാത്രം നീക്കങ്ങൾ നടത്താൻ തീരുമാനിക്കുന്നു. ഫോണിൽ മെസ്സേജ് ടൈപ്പ് ചെയ്ത് കാണിച്ച് ഹെയ്ൻ ജിയാവോയോട് സഹായം ചോദിക്കുന്നു. സഹായിക്കാം എന്നയാൾ സമ്മതിക്കുന്നു. അടുത്ത സ്റ്റോപ്പിൽ നിന്ന് ലൂഡി കയറി കഴിഞ്ഞപ്പോൾ അവൻ്റെ അടുത്ത് ചെന്ന് അവൻ മുമ്പ് പറഞ്ഞു കൊടുത്തിരുന്ന പേരും മറ്റ് സീക്രട്ടുകളും ഒക്കെ പറഞ്ഞ് അവനെ വിശ്വസിപ്പിക്കാൻ ഹെയ്ൻ ശ്രമിക്കുന്നു. ആദ്യം അവൻ വിശ്വസിക്കാൻ തയ്യാറായില്ലെങ്കിലും അവസാനം സഹായിക്കാമെന്ന് സമ്മതിക്കുന്നു. ബസ് പാലത്തിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ലിഷി ഡ്രൈവറുടെ അടുത്ത് നിന്ന് വിവരം പറയുന്നു. അയാൾ ആകെ വെപ്രാളത്തിലാകുന്നുണ്ട്. ഇതെങ്ങനെ അറിഞ്ഞു എന്ന് അയാൾ ചോദിച്ചപ്പോൾ പോലീസാണ് അറിയിച്ചത്. അവർ നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയുമ്പോൾ ബസ് ഒരു സൈഡിലേക്ക് ഒതുക്കി ഡോറെല്ലാം തുറന്നു തരണം എന്നവൾ അയാളോട് പറയുന്നു. അയാൾ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം ഓക്കെ ആയി കഴിഞ്ഞപ്പോൾ ഹെയ്നും ജിയാവോയും കൂടി മുന്നോട്ട് വന്ന് ടാവോയെ പിടിക്കുന്നു. ലൂഡി ബോംബ് അവിടെ നിന്ന് എടുത്ത് മാറ്റുന്നു. ലിഷി അവരുടെ കയ്യിലുണ്ടായിരുന്ന കത്തി എടുത്ത് മാറ്റിയിട്ട് ബസ്സിലുള്ളവരോട് വിവരം പറയുന്നു. അതിനുശേഷം ഡ്രൈവറുടെ അടുത്തേക്ക് ചെന്ന് വണ്ടി ഒതുക്കി നിർത്തി ഡോർ തുറന്നു തരാൻ പറയുന്നു. പക്ഷെ അവൾ കുറേ തവണ പറഞ്ഞിട്ടും അയാൾ അതിന് തയ്യാറാകുന്നില്ല. അപ്പോഴാണ് ടാവോ അയാളുടെ പേര് ഉറക്കെ വിളിച്ചിട്ട്, നീയാണോ പോലീസിനെ വിളിച്ചത്? നിനക്ക് മരിക്കാൻ പേടിയാണോ? നീ വാക്ക് തെറ്റിച്ചല്ലോ എന്നൊക്കെ വിളിച്ച് ചോദിച്ചത്. അപ്പോഴാണ് ഡ്രൈവറും അവരുടെ കൂട്ടാളിയാണ് എന്ന് അവർ അറിയുന്നത്. അയാൾ ബസ് നിർത്തില്ല എന്ന് മനസ്സിലായതോടെ ഹെയ്ൻ മറ്റ് യാത്രക്കാരോട് അവരെ പിടിക്കാൻ പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് തല്ലിപ്പൊട്ടിച്ച് അതുവഴി പുറത്തു ചാടുന്നു. ലിഷി ബോംബ് വാങ്ങി അവൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും ആ റിംഗ് ടോൺ കേൾക്കുകയും ബോംബ് പൊട്ടുകയും ചെയ്യുന്നു. അടുത്ത ലൂപ്പിൽ ഉണർന്നപ്പോൾ ലിഷി ആദ്യം ചിന്തിച്ചത് ഡ്രൈവറെക്കുറിച്ചാണ്. അവൾക്ക് അയാളെ നേരത്തെ പരിചയമുണ്ട്. മുമ്പൊരു തവണ അതേ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അവളുടെ പേഴ്സ് ആരോ മോഷ്ടിച്ചിരുന്നു. അതിനുള്ളിൽ അവൾക്ക് എക്സാമിനുള്ള ഹാൾ ടിക്കറ്റ് ഉണ്ടായിരുന്നു. അവൾ ഡ്രൈവറുടെ അടുത്ത് നിന്ന് വിവരം പറഞ്ഞപ്പോൾ അദ്ദേഹം ഇടപെട്ട് അന്നത് തിരികെ നേടിക്കൊടുത്തിരുന്നു. ആർക്കും ദോഷം വരാത്ത രീതിയിൽ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരുടെ വിവരം പറഞ്ഞിട്ട് എടുത്തത് ആരാണെങ്കിലും താഴെയിട്ടാൽ പ്രശ്നമുണ്ടാക്കാതിരിക്കാൻ തയ്യാറാണ്, അല്ലെങ്കിൽ വണ്ടി സ്റ്റേഷനിലേക്ക് വിടേണ്ടി വരും എന്ന് അദ്ദേഹം പറയുന്നു. മറ്റുള്ളവർ കാണാത്തത് തിരികെ ഇടാൻ ഒരു ചാൻസ് കൊടുക്കാനായി എല്ലാവരോടും ബസ്സിന് പുറത്തേക്ക് നോക്കി നിൽക്കാനും അദ്ദേഹം റിക്വസ്റ്റ് ചെയ്യുന്നു. ആ സമയത്ത് പേഴ്സ് എടുത്ത ആൾ അത് തിരികെ ഇടുന്നു. അവൾക്ക് സമയത്ത് എക്സാം അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. പേഴ്സ് അവളെ തിരികെ ഏൽപ്പിക്കുന്ന സമയത്ത് അയാൾ കയ്യിൽ ധരിച്ചിരുന്ന ഗ്ലൗസ് കീറിയിരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചിരുന്നു. സഹായിച്ചതിന് നന്ദി കാണിക്കാനായി പിന്നെ ബസ്സിൽ കയറിയപ്പോൾ അവൾ ഒരു ജോഡി ഗ്ലൗസ് അയാൾക്ക് നൽകാനായി വാങ്ങിയിരുന്നു. പക്ഷെ അയാളത് സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. അയാളത് വാങ്ങാത്തതിനാൽ അവൾ വിഷമിച്ച് മാറിയിരിക്കുന്നത് കണ്ടപ്പോൾ അത് വാങ്ങിക്കൊണ്ടുവരാൻ തയ്യാറായതിന് അയാൾ അവൾക്ക് നന്ദി പറയുന്നു. ഞാനാണ് ശരിക്കും നന്ദി പറയേണ്ടത്. അന്ന് എൻ്റെ ഹോൾ ടിക്കറ്റ് കിട്ടിയില്ലായിരുന്നെങ്കിൽ എൻ്റെ ഈ സെമസ്റ്റർ തന്നെ വേസ്റ്റായി പോയെന്ന് എന്ന് അവൾ പറയുന്നു. അവൾ പഠിക്കുന്ന കോളേജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ മകളും അവിടെയാണ് പഠിക്കുന്നതെന്ന് അയാൾ പറയുന്നു. ഏത് ബാച്ചാണ്, ഏത് കോഴ്സാണ് പഠിക്കുന്നതെന്നൊക്കെ അവൾ ചോദിച്ചപ്പോൾ അവൾ ഓൾറെഡി പഠിത്തം കഴിഞ്ഞു, ഇപ്പോൾ വർക്ക് ചെയ്യുകയാണെന്നും അയാൾ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് അയാളുടെ ഉള്ളത് കൊണ്ട് തന്നെ ലിഷിക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അവൾ എഴുന്നിട്ട് അയാളുടെ അടുത്തേക്ക് ചെന്നിട്ട്, ഇങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു? നിങ്ങളെ മരണത്തിൽ നിന്ന് രക്ഷിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ ബസ്സിലുള്ള യാത്രക്കാർ മുഴുവൻ കൊല്ലപ്പെടണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ റീസൺ എന്താണെന്നൊക്കെ പറഞ്ഞ് അവൾ അവിടെ നിന്ന് ബഹളം ഉണ്ടാക്കുന്നു. അവൾ പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങിയ ശേഷമാണ് ഹെയ്ൻ ഈ ലൂപ്പിലുണ്ടെന്നത്. അപ്പോഴേക്കും ടാവോ അവരെ ശ്രദ്ധിച്ചു കഴിഞ്ഞിരുന്നു. ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നറിയാവുന്നതുകൊണ്ട് ഹെയ്ൻ സീറ്റിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും ടാവോ ട്രിഗർ വലിച്ച് ബോംബ് പൊട്ടിക്കുന്നു. അടുത്ത ലൂപ്പിൽ ലിഷിയും ഹെയ്നും ഒക്കെ ഉണരുന്നതിന് മുൻപേ ഉള്ള കാര്യമാണ് കാണിക്കുന്നത്. ടാവോ കയറാനുള്ള സ്റ്റോപ്പിൽ അവർ നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ അവരുടെ ഉദ്ദേശം മനസ്സിലായ ഡ്രൈവർ ഡോർ തുറക്കാൻ മടിച്ചതാണ്. ജിയാവോ ആ സ്റ്റോപ്പിൽ ഉണ്ടായിരുന്നുകൊണ്ടാണ് അയാൾ ഡോർ തുറന്നു കൊടുത്തത്. അവർ ബസ്സിലേക്ക് കയറിയപ്പോഴും ഇത് വേണോ എന്ന മട്ടിൽ അയാൾ അവരെ നോക്കുന്നുണ്ട്. പക്ഷെ അവരെല്ലാം തീരുമാനിച്ചുറപ്പിച്ചാണ് ഇറങ്ങിയിരിക്കുന്നത്. അവർ ബസ്സിൽ കയറി ഇരുന്ന ശേഷമാണ് ലിഷി ഉണർന്നത്. ഹെയ്ൻ പിന്നെയും കുറച്ച് സമയം കഴിഞ്ഞാണ് ഉണർന്നത്. മാത്രമല്ല അവൻ എന്തൊക്കെ കാര്യമായ അസ്വസ്ഥതകൾ തോന്നുകയും ചെയ്യുന്നു. ഓരോ ലൂപ്പ് കഴിയുന്തോറും അവൻ്റെ കണ്ടീഷൻ മോശമായിക്കൊണ്ടിരിക്കുകയാണെന്ന് അവൾക്കും ഫീൽ ചെയ്യുന്നു. പക്ഷെ അതിനെക്കുറിച്ച് സംസാരിക്കാതെ നീ നേരത്തെ എന്താണ് അങ്ങനെ റിയാക്ട് ചെയ്തത്? അവർ ഒരുമിച്ചാണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നതല്ലേ എന്നവൻ ചോദിക്കുന്നു. അയാളെ നേരത്തെ അറിയാമായിരുന്നതിനെക്കുറിച്ചൊക്കെ അവൾ പറയുന്നു. ഒരു നല്ല കാര്യം ചെയ്തു എന്ന് കരുതി അയാൾ നല്ലവനാണെന്ന് ഉറപ്പിക്കാൻ കഴിയില്ല. 2 വർഷമായി അയാൾ ഈ റൂട്ടിൽ തന്നെയാണ് ഓടുന്നതെങ്കിൽ ഇവർ ഇത് നേരത്തെ മുതൽ പ്ലാൻ ചെയ്തിരുന്നതാകണം. ഒരാൾ റൂട്ടിൻ്റെ ഉത്തരവാദിത്വവും മറ്റയാൾ ബോംബ് ഉണ്ടാക്കുന്നതിൻ്റെ ഉത്തരവാദിത്വമായിരിക്കണം ഏറ്റെടുത്തത്. എന്തായാലും നമുക്ക് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കാം എന്നവൻ പറയുന്നു. അവൾ അത് സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ അവർ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങുന്നു. ഡ്രൈവർ ഒരു മോശം ആളാണെന്ന് വിശ്വസിക്കാൻ ലിഷിക്ക് അപ്പോഴും കഴിയുന്നുണ്ടായിരുന്നില്ല. ആ സ്ത്രീ അയാളെ കൊണ്ട് ഭീഷണിപ്പെടുത്തി ചെയ്യിപ്പിച്ചതാണെങ്കിലോ? നീയാണോ പോലീസിനെ വിളിപ്പിച്ചത്? വാക്ക് തെറ്റിച്ചത് എന്താണെന്നൊക്കെ അവർ നേരത്തെ വിളിച്ചു ചോദിക്കുന്നത് കേട്ടല്ലോ. ചിലപ്പോൾ ഡ്രൈവർക്ക് മറ്റു വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കണം. മാത്രമല്ല മുമ്പ് 2 ലൂപ്പുകളിൽ അയാൾ നമ്മളെ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ അനുവദിച്ചിരുന്നു. എല്ലാവരും മരിക്കണമെന്ന് അയാൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഒരിക്കലും അയാൾ അതിനെ അനുവദിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ അയാളെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു. അയാൾക്ക് ചിലപ്പോൾ നിന്നെ രക്ഷിക്കണമെന്നുണ്ടായിരിക്കാം. പക്ഷേ ബസ് പൊട്ടിത്തെറിച്ച് ബാക്കിയുള്ളവരെല്ലാം മരണപ്പെട്ടതുകൊണ്ട് അയാളെ നല്ലവനായി കാണുന്നത് ശരിയല്ല. മാത്രമല്ല അയാൾക്ക് വേണ്ടി എക്സ്ക്യൂസുകൾ കണ്ടെത്തുകയല്ല നമ്മളിപ്പോൾ ചെയ്യേണ്ടത്. ഈ ദുരന്തം എങ്ങനെയാണ് ഒഴിവാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കാം എന്ന് ഹെയ്ൻ പറയുന്നു. മുമ്പത്തെ പോലെ അവർ ദൂരെയുള്ള പാലത്തിലെത്തിയപ്പോൾ ദൂരെ ബസ് പൊട്ടിത്തെറിക്കുന്നത് കാണുന്നു. കൃത്യം 1:45 പൊട്ടുന്ന വിധത്തിലാണ് അവർ അത് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നവർ ഉറപ്പിക്കുന്നുണ്ട്. അതിനുശേഷം 2 പേരും കൂടി ബസ്സിൻ്റെ ഏജൻസിയിലേക്കാണ് പോയത്. ഡ്രൈവറെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കളക്ട് ചെയ്യുകയാണ് അവരുടെ ഉദ്ദേശം. കോളേജ് സ്റ്റുഡൻസ് ആണ് എന്ന രീതിയിൽ കോളേജിലെ ന്യൂസ് ചാനലിന് വേണ്ടി ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കാൻ വിവരങ്ങൾ ശേഖരിക്കാൻ എന്ന രീതിയിലാണ് അവർ ചെന്നിരിക്കുന്നത്. കോളേജിന് മുന്നിലൂടെ ഓടുന്ന ബസ് ആയതുകൊണ്ടും അതിൻ്റെ ഡ്രൈവർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെറുതായി പറഞ്ഞു കേട്ടിട്ടുള്ളതുകൊണ്ടും
അയാളെക്കുറിച്ച് കൂടുതൽ അറിയാനാണ് വന്നിരിക്കുന്നതെന്ന് അവർ പറയുന്നു. ഏജൻസിയുടെ മാനേജർ ആദ്യം അവരോട് സഹകരിക്കാൻ തയ്യാറാകുന്നില്ല. ലിഷിയും ഹെയ്നും കൂടി എന്തൊക്കെയോ പറഞ്ഞ് അയാളെ കൺവിൻസ് ചെയ്യുന്നു. അയാൾ വിവരങ്ങൾ നൽകാനായി ഡ്രൈവറെക്കുറിച്ചുള്ള ഫയൽ എടുത്തതാണ്. അപ്പോഴാണ് മറ്റൊരു സ്റ്റാഫ് അവിടേക്ക് ഓടി വന്ന് അയാളെ പുറത്തേക്ക് മാറ്റി നിർത്തി ബസ് പൊട്ടിത്തെറിച്ചതിനെ കുറിച്ച് പറയുന്നത്. അവരുടെ കമ്പനിയെ ബാധിക്കുന്ന വലിയ ഇഷ്യൂ ആയതുകൊണ്ടും പോലീസ് ചോദ്യം ചെയ്യാനായി ഉടനെ അവിടേക്ക് എത്തും എന്ന വിവരം കിട്ടിയതുകൊണ്ടും അവർ പോലീസിനെ സ്വീകരിക്കാനായി താഴെ കൊടുന്നു. ആ വെപ്രാളത്തിനിടയിൽ ലിഷിയും ഹെയ്നും അവിടെ ഇരിക്കുന്ന കാര്യം അയാൾ ഓർക്കുന്നില്ല. താഴെ എത്തിയപ്പോഴാണ് ഇപ്പോൾ സ്ഫോടനമുണ്ടായ അതേ ബസ്സിലെ ഡ്രൈവറെക്കുറിച്ച് അന്വേഷിച്ചാണല്ലോ ഓഫീസിൽ സ്റ്റുഡൻസ് എത്തിയിരിക്കുന്നത് എന്ന് അയാൾക്ക് ഓർമ്മ വന്നത്. അയാൾ വേഗം തിരികെ ഓഫീസിലേക്ക് ചെന്നെങ്കിലും അപ്പോഴേക്കും അവർ അവിടെ നിന്ന് പോയിരുന്നു. ആ ഫയൽ അവിടെ തന്നെ ഉണ്ടോ എന്ന് അയാൾ പരിശോധിക്കുന്നു. ഡ്രൈവറുടെ ഡീറ്റെയിൽസ് ഫോണിൽ ഫോട്ടോ എടുത്തല്ലാതെ അവർ അത് എടുത്തുകൊണ്ട് പോരുന്നില്ല. മുന്നോട്ട് പോകുന്നതിനിടയിൽ അവർ അത് പരിശോധിക്കുന്നു. അയാൾ പറഞ്ഞതുപോലെ അയാൾ ഈ നാട്ടുകാരനല്ല, മുമ്പ് ട്രക്ക് ഡ്രൈവറായിരുന്നു. ഭാര്യയ്ക്ക് ഇവിടേക്ക് ട്രാൻസ്ഫർ കിട്ടിയതുകൊണ്ടാണ് ജോലി മാറി ഇവിടേക്ക് വന്നതെന്നൊക്കെ അതിൽ നിന്ന് അവർക്ക് മനസ്സിലാക്കുന്നു. അപ്പോഴാണ് ടാവോ അയാളുടെ ഭാര്യയായിരിക്കുമെന്ന് ലിഷിക്ക് സംശയം തോന്നിയത്. ആ സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ അവർ ഭാര്യയാണെങ്കിൽ പിന്നെ ഒരുമിച്ച് താമസിക്കാതെ അയാൾ എന്തിനാണ് കമ്പനിയുടെ മുറിയിൽ താമസിക്കുന്നതെന്ന് ഹെയ്ൻ സംശയിക്കുന്നു. എന്തായാലും അതിലുണ്ടായിരുന്ന അഡ്രസ്സ് വെച്ച് അയാൾ താമസിക്കുന്ന സ്ഥലത്ത് പോയി നോക്കാം. ചിലപ്പോൾ അവർ ഒരുമിച്ചുള്ള ഫോട്ടോയോ മറ്റോ കണ്ടെടുക്കാൻ കഴിഞ്ഞേക്കും എന്നവൻ പറഞ്ഞതനുസരിച്ച് അവർ അയാളുടെ താമസ സ്ഥലത്തേക്ക് പോകുന്നു. ആ മുറി പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അത് തുറക്കാനായി അവനൊരു ലോക്ക് സ്മിത്തിനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ മുറിയിലെ തന്നെ മറ്റൊരു താമസക്കാരൻ അവിടേക്ക് വന്നത്. അതോടെ ഫോൺ കട്ട് ചെയ്തിട്ട് അയാളെ വിശ്വസിപ്പിക്കാനായി അവൻ മറ്റൊരു നമ്പർ എടുക്കുന്നു. ഡ്രൈവർ വാങ് അവൻ്റെ അങ്കിളാണെന്ന രീതിയിലാണ് അവൻ പിന്നെ സംസാരിച്ചത്. അങ്കിൾ പറഞ്ഞിട്ട് അയാളുടെ മുറിയിൽ നിന്നൊരു സാധനം എടുക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ താക്കോൽ അവനെ നഷ്ടപ്പെട്ടു. അങ്കിളിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്നവൻ കള്ളം പറയുന്നു. വാങ്ങിന് ഡ്യൂട്ടിയുള്ള സമയത്താണ് എന്നറിയാമായിരുന്നതിനല്ല, അതുകൊണ്ടായിരിക്കും ഫോൺ എടുക്കാത്തതെന്ന് അയാൾ വിചാരിക്കുന്നു. എന്ത് സാധനമാണ് എടുക്കാൻ വന്നതെന്ന് അയാൾ ചോദിച്ചപ്പോൾ ഫാമിലി രജിസ്റ്റർ എടുക്കാനാണ് എന്ന് അവൾ പറയുന്നു. വാങ്ങിൻ്റെ മുറി കാണിച്ചു കൊടുത്തിട്ട് പോയി എടുത്തോളാൻ അയാൾ ഹെയ്ന് അനുവദിക്കുന്നു. അവൻ വാതിൽ അടച്ചിട്ട് അകത്തേറി പരിശോധിക്കാൻ തുടങ്ങിയെങ്കിലും അവളോട് ഇരിക്കാൻ പറഞ്ഞിട്ട് അയാൾ ചെന്ന് വാതിൽ തുറന്ന് നോക്കുന്നുണ്ട്. അയാൾ അവിടെ നിൽക്കുന്നതിനാൽ അവന് കാര്യമായി പരിശോധന നടത്താനൊന്നും കഴിയുന്നില്ല. അയാൾ അവിടെ നിന്ന് മാറ്റാനായി ലിഷി കുറച്ച് മാറി നിന്നിട്ട് ഒരു സംശയം ചോദിക്കാനാണെന്ന് പറഞ്ഞ് അയാളെ അടുത്തേക്ക് വിളിച്ച് സംസാരിക്കുന്നു. അവൻ്റെ ഗേൾഫ്രണ്ടാണ് എന്നാണ് അവൾ അയാളോട് പറഞ്ഞിരിക്കുന്നത്. അവൻ അടുത്ത് തന്നെ അവൻ്റെ ഫാമിലിയിൽ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അവൻ്റെ അങ്കിളിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് പറഞ്ഞു തരാമോ? എനിക്കൊരു മുൻകരുതൽ എടുത്തിരിക്കാമല്ലോ എന്നവൾ ചോദിക്കുന്നു. അങ്കിളിനെ കുറിച്ച് ഒട്ടും ടെൻഷൻ അടിക്കേണ്ട, വളരെ നല്ലവനാണ്. നിങ്ങൾ ഭാവിയിൽ ഈ സിറ്റിയിലാണ് സെറ്റിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാര്യത്തിലും അയാൾ ഡിപ്പെൻഡ് ചെയ്യാം. എനിക്ക് 2 വർഷമായി അയാളെ അറിയാവുന്നതാണ്. വളരെ നല്ലവനാണെന്നൊക്കെ അയാൾ അവളോട് പറയുന്നു. അങ്കിളിൻ്റെ ഭാര്യയെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ? മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് അവൾ ചോദിച്ചപ്പോൾ അതുവരെ നിന്ന് സംസാരിച്ചാൽ അവളോട് ഇരിക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ ഇതിനായിരിക്കും വന്നതെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അവർ ഡിവോഴ്സ് ആക്കാൻ പോവുകയാണോ? അവരുടെ സ്വഭാവം വെച്ച് അവരെ ഡിവോഴ്സ് ചെയ്യുന്നത് കുറ്റം പറയാൻ പറ്റില്ല. അവരെ പോലൊരു സ്ത്രീയെ സഹിക്കാൻ ആർക്കും കഴിയില്ല. അവർക്ക് കാര്യമായി മാനസിക പ്രശ്നമുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മിക്ക ദിവസവും അവർ വിളിച്ച് അയാളോട് വഴക്കുണ്ടാക്കും. അവരുടെ കുടുംബജീവിതം സമാധാനപരമായിരുന്നെങ്കിൽ അവർക്ക് ഒരുമിച്ച് താമസിച്ചാൽ പോരായിരുന്നു. അയാൾക്ക് ഇങ്ങനെ കമ്പനി ഹോസ്റ്റലിൽ വന്ന് താമസിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു കോളനിയിലാണ് അവർ ആദ്യം താമസിച്ചിരുന്നത് എന്നൊക്കെ അയാൾ അവളോട് പറയുന്നു. ഈ സമയം മുറിക്കുള്ളിൽ നിന്ന് പെൺകുട്ടികളുടേതെന്ന് തോന്നിക്കുന്ന ഒരു മൊബൈൽ ഫോൺ കിട്ടുന്നുണ്ട്. അവനത് ഓണാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നടക്കാത്തത് കൊണ്ട് അവൻ കയ്യിലെടുക്കുന്നു. അല്ലാതെ കാര്യമായ വിവരങ്ങളൊന്നും അവന് കണ്ടുകിട്ടുന്നില്ല. മറ്റേയാളെ അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടി ലിഷി വാങ്ങിൻ്റെ ഭാര്യയെക്കുറിച്ച് കൂടുതൽ ഓരോന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് ഒരു ദിവസം പാതിരാത്രി അവർ താമസിക്കുന്ന സ്ഥലത്ത് തീപിടുത്തമുണ്ടായി എന്ന് പറഞ്ഞ് അവർ വാങ്ങിനെ വിളിപ്പിച്ചതിനെക്കുറിച്ച് അയാൾ പറഞ്ഞത്. പക്ഷേ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിന് മുമ്പ് ഹെയ്ൻ തിരച്ചിൽ അവസാനിപ്പിച്ച് മുറിക്ക് പുറത്തേക്ക് വരുന്നതിനാൽ അവർ പോകാൻ എഴുന്നേൽക്കുന്നു. ഭാവിയിൽ അവന് വാങ്ങിൻ്റെ കുടുംബ പ്രശ്നത്തിൽ ഇടപെടേണ്ടി വരികയാണെങ്കിൽ അവളെ അതിലേക്ക് വലിച്ചിഴയ്ക്കാതെ ശ്രദ്ധിക്കണമെന്ന് ബോയ് ഫ്രണ്ടിനോട് പറയണം എന്ന് പോകുന്നതിന് മുമ്പ് അയാൾ അവളെ ഉപദേശിക്കുന്നുണ്ട്. രണ്ടുപേരും കൂടി ഒരു ഷോപ്പിൽ ചെന്നിരുന്നിട്ട് ഇതുവരെ മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ പരസ്പരം പറയുന്നു. ഇതുവരെ കിട്ടിയ വിവരങ്ങളിൽ നിന്ന് അവർ അയാളുടെ ഭാര്യ തന്നെ ആയിരിക്കാനാണ് സാധ്യത. പക്ഷെ അവർ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന ഒരു ഐഡിയയും ഇപ്പോഴും രണ്ടുപേർക്കും കിട്ടുന്നില്ല. ആരെങ്കിലും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതായിരിക്കുമോ എന്നും അവർ സംശയിക്കുന്നു. മുറിയിൽ തിരച്ചിൽ നടത്തിയതിൽ നിന്ന് കൂടുതൽ വിവരങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷെ ഒരു പഴയ ഫോൺ കിട്ടിയ വിവരം അവൻ പറയുന്നു. അത് ഓണാക്കാൻ പറ്റാത്തത് കൊണ്ട് അതിൽ നിന്ന് പ്രത്യേകിച്ച് വിവരങ്ങളൊന്നും കിട്ടുന്നില്ല. കഴിഞ്ഞ 2-3 ലൂപ്പുകളിൽ ബോംബ് പൊട്ടിത്തെറിക്കുന്ന സമയം ശ്രദ്ധിച്ചതിൽ നിന്ന് കറക്റ്റ് 1:45 തന്നെ സ്ഫോടനം നടക്കുന്ന വിധത്തിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് അവർ ഊഹിക്കുന്നു. ആ സമയം തന്നെ തിരഞ്ഞെടുക്കാൻ എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടായിരിക്കുമെന്ന് അവർ സംശയിക്കുന്നു. പക്ഷേ ഒന്നിനും ഉത്തരം കിട്ടാത്തത് കൊണ്ട് പോലീസിനെ വിവരമറിയിച്ചാൽ ചിലപ്പോൾ അവർക്ക് കൂടുതൽ അന്വേഷിച്ച് വിവരങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞേക്കും. മുമ്പത്തെ പോലെ ഇപ്പോൾ തങ്ങൾ സംശയിക്കത്തക്കതായ ഒരു സാഹചര്യവുമില്ല. അതുകൊണ്ട് ബസ്സിലെ യാത്രക്കാർ എന്ന നിലയിൽ പോലീസിനെ സമീപിച്ച് ഇവരെ രണ്ടുപേരെയും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താൻ കഴിയുന്ന രീതിയിൽ വിവരങ്ങൾ നൽകിയാൽ അവർക്ക് കൂടുതൽ എളുപ്പത്തിൽ കാര്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞേക്കും. അല്ലെങ്കിൽ അവിടെ വരെ എത്താൻ തന്നെ അവർ ഒരുപാട് സമയം എടുത്തേക്കുമെന്ന് അവർ ചിന്തിക്കുന്നു. അങ്ങനെ പോലീസിനെ വിളിക്കാമെന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ ലിഷി ഫോൺ എടുക്കുന്നുണ്ടെങ്കിലും അവർ നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എങ്ങനെ മറുപടി നൽകണമെന്ന് ആദ്യം നന്നായി തീരുമാനിച്ചുറപ്പിച്ച ശേഷം മാത്രം വിളിച്ചാൽ മതി എന്നവൻ പറയുന്നു. അങ്ങനെ രണ്ടുപേരും ഓരോ ചോദ്യങ്ങൾക്കും എങ്ങനെ ഉത്തരം നൽകണം എന്നതിനെക്കുറിച്ച് അവിടെ ഇരുന്ന് ആലോചിച്ച് തീരുമാനമെടുക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.